ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് കോളേജിൽ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഇന്നല്ല ആക്ച്വലി എനിക്ക് പോകേണ്ടിരുന്നത്. എനിക്ക് നാളെയായിരുന്നു പോകേണ്ടിരുന്നത് മനസ്സിലായത്. സോ ഐ തോട്ട് എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇന്ന് വീട്ടിൽ തന്നെ അല്ല, ഇന്ന് കുറച്ചധികം പ്ലാൻസും ഉണ്ട്. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പക്ഷേ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുന്നതിന് മുന്നേ ജ്യൂസും ചായയും സ്മൂത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷമുള്ളൊരു കണ്ടിന്യൂറ്റി ആയിരിക്കും കേട്ടോ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. ഐ മീൻ ഇത് കംഫർട്ട് അല്ലെന്നല്ല, ഇത് ആക്ച്വലി ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആയി നിന്നതാണ്. സോ അപ്പം ഗൈസ്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. കാരണം താഴത്തെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. സോ അതിൻ്റേതായിട്ടുള്ളൊരു ബഹളം എല്ലാം അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പ്ലീസ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പം ഇന്ന് ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഇപ്പം ഏകദേശം ഓൾമോസ്റ്റ് 12 o'clock ആയി. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് റെഡി ആവണം, എന്നിട്ട് അവളെ കാണാൻ പോകണം. അപ്പോൾ അതാണ് ഇപ്പം നിലവിലത്തെ പ്ലാന്. അതിനുശേഷം പിന്നെ കല്യാണമൊക്കെ വരുമല്ലേ. അപ്പം നേരത്തെ എത്തുവാന്നുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, മെറ്റീരിയൽ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഓൾസോ ഞാൻ ഓൾറെഡി റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ട്. സോ അത് ഓൾറെഡി കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ അത് പോയിട്ട് മേടിക്കണം, അതൊന്ന് ട്രയൽ ചെയ്യണം, എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. പിന്നെ ടൈം കിട്ടുമെങ്കിൽ അതിന് പറ്റിയ ജ്വല്ലറി നോക്കാൻ പോകണം. ഇതെല്ലാത്തിനും കൂടെ ടൈം മിക്കവാറും കിട്ടത്തില്ലായിരിക്കും. എന്നാലും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് എന്തായാലും ഓഫല്ലേ. പിന്നെ നാളെയൊക്കെ അഗൈൻ കോളേജിൽ പോകണം, അടുത്ത ദിവസവും കോളേജിൽ പോകണം, ഓഫില്ല. സോ അതുകൊണ്ട് ഇന്നെല്ലാം കൂടെയൊക്കെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇതൊരു ഫ്രോക്ക് മോഡലായിരുന്നു. അപ്പം നമുക്കിങ്ങനെ പർച്ചേസിനൊക്കെ പോകുമ്പം ജീൻസും ടോപ്പും ഒക്കെ വെയർ ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞത്. എന്നിട്ടപ്പം വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ആക്ച്വലി ഇപ്പം ഇവിടെ ഞാൻ സെൽഫ് കുക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആരും എനിക്ക് കുക്ക് ചെയ്ത് തരാനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയ എന്ത് ബഹളമാണെന്നറിയാവോ. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട്, പിന്നെ ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഗൈസ്, ഇന്നലത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ട്, അതൊന്ന് ചൂടാക്കണം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. എനിക്ക് മാത്രം മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. 2 ദോശയ്ക്ക് 2-3 ദോശയ്ക്ക് വരുമായിരിക്കും. അപ്പം ദോശയും ചിക്കൻ കറിയും ചൂടാക്കി കഴിക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ ദോശയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. 3 ദോശയ്ക്കാണ് എടുത്തത്, പക്ഷെ പിന്നെ ഒരു കുട്ടി ദോശയ്ക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി നമുക്ക് റെഡി ആവാം. ഗൈസ്, ഇപ്പോൾ പുറത്തൊക്കെ പോകാൻ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ദിവസത്തേക്ക് നമ്മളെല്ലാ പ്രോഗ്രാമും ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.